KM2 കോഴിക്കോട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ കുറേയായി പേഴ്സണൽ വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു ഒരു പേഴ്സണൽ വ്ളോഗ് ഇടാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാട്ടോ. ആക്ച്വലി കല്യാണം കഴിഞ്ഞു, ഇതൊരു പാർട്ടി പോലെയാണ്. അപ്പോൾ ഞാൻ ഈ നടന്ന് പോകുന്നത് അവളെ കാണാനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവളെയും അവനെയും കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് അവളെ ഹസ്ബൻഡിനെ കാണുന്നത്. അപ്പോൾ ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് പോയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ അവൾ പറയുന്നുണ്ട് രണ്ടാളും നല്ല കപ്പിൾസാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അനഘ, എൻ്റെ അമ്മ. ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്, ഞങ്ങൾ 5th മുതൽ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ അവളെ കണ്ടു. അവൾ എന്നെ കണ്ടൊരു മൂമെൻറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ബ്രൈഡാണെങ്കിലും അവൾ എന്നെ കണ്ടപ്പോൾ അവളുടെ എക്സൈറ്റ്മെൻറ്റ് അവൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കുറേ ഫോട്ടോഷൂട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കുറേ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതാ എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികളെ കണ്ടു. ഒരുപാട് ഹാപ്പിയായി. അനുമോൾ ഉണ്ടായിരുന്നു, ആർഷ ഉണ്ടായിരുന്നു, അശ്നി ഉണ്ടായിരുന്നു, ദൃശ്യ ഉണ്ടായിരുന്നു, ലതി ഉണ്ടായിരുന്നു, ലതിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ആർഷേൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഞാൻ വ്ളോഗറാണ്, ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്, നന്നായി ചിരിച്ചിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് ഭക്ഷണത്തിലേക്ക് പോയി. നോൺ വെജിൽ നിന്നും വെജിലേക്കുള്ള എൻ്റെ യാത്രയാണ് ഈ വർഷം. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ വെജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് വീഡിയോക്ക് എന്തെങ്കിലും ഹരം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ക്ലാരിറ്റി കുറവ്. അപ്പോൾ എനിക്ക് മനസ്സിലായി തുടച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അടുത്തൊരാളെ കാണാൻ പോയി. ഇതാണ് ശ്രദ്ധ. ഭയങ്കര ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും കേൾക്കും. അതാണ് ഈ കുട്ടീൻ്റെ ക്വാളിറ്റി കേട്ടോ. പിന്നെ അനഘേൻ്റെ കസിൻസും അവളുടെ അമ്മയും അവരൊക്കെ ആയിട്ട് കുറേ ഡാൻസ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ചവരെ കാണാൻ പറ്റി. ഒരു 10-12 വർഷത്തിന് ശേഷമാണ് ഞാൻ എല്ലാവരും കാണുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ കൂടെ പഠിച്ച ആരെ കല്യാണത്തിനും പോയിട്ടില്ല. അപ്പോൾ ഇവളെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. വ്ളോഗ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. അപ്പോൾ നമ്മുടെ അനഘേനോട് കൂടി ബായ് പറഞ്ഞ് ഒരു ഹാപ്പി മാരീഡ് ലൈഫൊക്കെ കൊടുത്തു. ലവ് യു അനഘ.